വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മധുർ വചൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസുകളൊക്കെയാണ്. നമുക്കറിയാം, ഈ ചാപ്റ്ററിലെ കബീർദാസ്, തുളസീദാസ്, റഹീം ഇവരുടെ 3 പേരുടെയും ദോഹകളാണ് മധുർ വചൻ എന്ന ചാപ്റ്ററിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ആദ്യം കബീർദാസിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവാം. क्वेश्चन വരുന്നത് वाणी से तन मन को शांत किया जा सकता है, क्या आप इस कथन से सहमत है? क्यों? വാക്ക് കൊണ്ട് ശരീരത്തിനും മനസ്സിനും സമാധാനം കിട്ടുന്നു, തണുപ്പ് കിട്ടുന്നു. ക്യാ ആപ് ഇസ് കഥൻ സെ സഹമത് ഹെ? ക്യോ, എന്താ നിങ്ങൾ ഈ വാക്കിനോട്, ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ക്യോ, എന്തുകൊണ്ട്? നമുക്ക് ആൻസർ നോക്കാം. വാക്കുകൾ ശരീരത്തിനും മനസ്സിനും സമാധാനം തരുന്നുണ്ടോ എന്നതാണ്. ഹാം, അതെ. മേം ഈസ് കഥൻ സേ സഹമത് ഹും, ഞാൻ ഈ പറഞ്ഞതിനോട്, ഈ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നുണ്ട്. മധുർ, प्रेमपूर्ण और विनम्र वाणी से मन को शांति मिलती है. മധുരവും സ്നേഹവും വിനയവുമുള്ള വാക്കുകൾ കൊണ്ട് മനസ്സിന് ശാന്തി മിൽത്തി ഹെ, സമാധാനം ലഭിക്കുന്നു. ഔർ വാതാവരൺ ബി സുഖദ ബൻതാ ഹെ, നമ്മുടെ അന്തരീക്ഷവും നല്ലൊരു അന്തരീക്ഷം, മനോഹരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും സാധിക്കുന്നു. കഠോർ വാണി, കഠിനമായ വാക്കുകൾ മൻ കോ ദുഃഖി കർത്തി ഹെ, മനസ്സിന് ദുഃഖം തരുന്നു. ജബിക്ക്, എന്നിരുന്നാലും അച്ചി വാണി, നല്ല വാക്കുകൾ തൻ മൻ കോ, ശരീരത്തിനും മനസ്സിനും ശാന്ത് കർത്തി ഹെ, ശരീരത്തിനെയും മനസ്സിനെയും ശാന്തമാക്കുന്നു. യാണല്ലേ, മധുരവും സ്നേഹമുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിന് സമാധാനം തരുന്നു, കഠിന വാക്കുകൾ മനസ്സിന് ദുഃഖം തരുന്നു. എന്നാൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഔരോംകോ ഹം കൈസെ സുഖ ദിലാ സക്തേ ഹെ? ഔരോംകോ, മറ്റുള്ളവർക്ക്, ഹം നമ്മൾ, കൈസെ എങ്ങനെയാണ്, സുഖ ദിലാ സക്തേ ഹെ, സുഖം നൽകാൻ കഴിയുന്നത്. മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് എങ്ങനെ സുഖം നൽകാൻ കഴിയും എന്നാണ് ക്വസ്റ്റ്യന്. आंसर നോക്കാം. हम दूसरों से प्रेम, सम्मान और विनम्रता से बात करके, उनकी सहायता करके और अच्छा व्यवहार करके उन्हें सुख दे सकता है. हम दूसरों से, നമ്മൾ മറ്റുള്ളവരോട്, പ്രേം, സമ്മാൻ और विनम्रता से बात करके, സ്നേഹത്തോടു കൂടിയും റെസ്പെക്റ്റോടു കൂടിയും വിനയത്തോടു കൂടിയും സംസാരിക്കുക. ഉൻകി സഹായത കർക്കെ, നമുക്കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക. അവർ അച്ഛാ വ്യവഹാർ കർക്കെ, നല്ല രീതിയിലുള്ള പെരുമാറ്റവും നൽകിയാൽ ഉനേം സുഖദേ സക്താഹെ, അവർക്ക് സുഖം നൽകാൻ, അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെയും റെസ്പെക്റ്റോടുകൂടിയും വിനയത്തോടു കൂടി സംസാരിക്കുക, അവരോട് നല്ല രീതിയിൽ പെരുമാറുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവര് ഹാപ്പിയാകും. नेक्स्ट थर्ड क्वेश्चन, इन पंक्तियों से कवि क्या संदेश देना चाहते हैं? ഈ വരികളിൽ നിന്ന്, കബീർദാസിന്റെ ഈ വരികളിൽ നിന്ന് കവി എന്ത് സന്ദേശമാണ് നൽകാൻ, നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? ആൻസർ നോക്കാം. കവി യഹ് സന്ദേശ് ദേനാ ചാഹത്തെ ഹെ, കവി ഈ സന്ദേശമാണ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. കി ദാറ്റ് ഹമേം ഹമേഷ മധുർ വാണി ബോൽനി ചാഹിയേ, ഹമേം നമ്മൾ എപ്പോഴും, ഹമേഷ എപ്പോഴും, മധുർ വാണി ബോൽനി ചാഹിയെ, മധുരമായി സംസാരിക്കണം. അച്ഛേ ഗുൺ അപനാനെ ചാഹിയേ, നല്ല ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അവർ ബുരി ബാത്തോം കോ ചോട് ദേനാ ചാഹിയേ, മോശമായ പ്രവർത്തികളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയും വേണം. അപ്പൊ കവി ഈ വാക്കുകളിൽ നിന്ന് നമ്മളോട് എന്ത് സന്ദേശമാണ് നൽകുന്നത്? നമ്മൾ എപ്പോഴും മധുരമായി സംസാരിക്കണം, നല്ല ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കണം, മോശ സ്വഭാവങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കബീർ ने സജ്ജൻ की തുലന സൂപ്പ് സേ की है क्यों? കബീർദാസ് സജ്ജനങ്ങളെ, നല്ല ആളുകളെ എന്തിനും, ഒരു മുറത്തിനോട്, സൂപ്പ് മുറത്തിനോട് താരതമ്യം ചെയ്തിട്ടുണ്ട്. ക്യോ, എന്തുകൊണ്ട്? ആൻസർ നോക്കാം. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ ജൈസേ സൂപ്പ് അനാജ് കോ ചാൻകർ ഭൂസ അലഗ് കർ ദേത്താ ഹേ, പ്രകാരമാണ് മുറം
അനാജ് ധാന്യങ്ങളെ ചാൻകർ മാറ്റിയെടുത്ത് അരിച്ചെടുത്ത്, ഭൂസ അലഗ് കർ ദേത്താ ഹെ പതിരിനെ വേർതിരിക്കുന്നത്, ഭൂസ പതിരിനെ അലഗ് കർ ദേത്താ ഹെ വേർതിരിക്കുന്നത്, വൈസേഹി അപ്രകാരം തന്നെ, സജ്ജൻ വ്യക്തി നല്ല വ്യക്തികളെ, അച്ഛായിക്കോ അപ്പനാക്കർ നന്മയെ സ്വീകരിച്ച്, ബുരായിക്കോ ചോട് ദേത്താ ഹെ തിന്മയെ ഒഴിവാക്കുന്നു. അപ്പോ ഒരു മുറം ധാന്യത്തിൽ നിന്ന് പതിരിനെ വേർതിരിക്കുന്നു. അതുപോലെ നല്ല വ്യക്തികള് നന്മയെ സ്വീകരിക്കുകയും തിന്മയെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് കബീർ ദാസ് നല്ല ആളുകളെ ഒരു സൂപ്പ് മുറത്തിനോട് താരതമ്യം ചെയ്തിട്ടുള്ളത്. നോക്കാം. നെക്സ്റ്റ് തുളസീദാസിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, ദയാ ധർമ്മ കാ മൂൽ ഹെ, ക്യാ ആപ് ഇസ് കഥൻ സെ സഹമത് ഹെ, ക്യോ? ദയ ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്. ക്യാ ആപ് ഇസ് കഥൻ സെ സഹമത് ഹെ, എന്താ നിങ്ങൾ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ക്യോ, എന്തുകൊണ്ട്? ആൻസർ നോക്കാം. ആം, അതെ. മേം ഇസ് കഥൻ സെ സഹമത് ഹും, ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. दया से ही मनुष्य में മാനവത, പ്രേം और കരുണ का विकास होता है. ദയ കൊണ്ട് തന്നെയാണ്, ദയുണ്ടെങ്കിൽ തന്നെയാണ് മനുഷ്യനിൽ മാനവത മനുഷ്യത്വം, പ്രേം സ്നേഹം, और കരുണ കരുണയും വികാസ് होता है വികസിക്കുകയുള്ളൂ. ബിനാ ദയാ കെ ധർമ്മ അധൂരാ ഹെ, ദയയില്ലെങ്കിൽ മതം അപൂർണമാണ് എന്നാണ് തുളസീദാസ് പറയുന്നത്. ദയയുണ്ടെങ്കിൽ തന്നെ മനുഷ്യനിൽ മനുഷ്യത്വവും സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ദയയില്ലെങ്കിൽ നമ്മുടെ മതം അപൂർണമാണ്. ഓരോ ജീവികളുടെയും നിലനിൽപ്പ് തന്നെ ദയയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കബീബി ദയാ ന ചോടിയെ, കവിനെ ഐസ ക്യോം കഹാ ഹോങ്ക. കബീബി ദയാൻ ന ചോടി, ഒരിക്കലും ദയ ഉപേക്ഷിക്കരുത്. കവി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ആൻസർ നോക്കാം. കവിനെ ഐസ ഇസ്ലിയെ കഹ, കവി ഇതുകൊണ്ടാവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ, ദയാ സെഹി, ദയ കൊണ്ട് തന്നെയാണ്, സമാജമേ സമൂഹത്തിലെ, ശാന്തി ഔർ സദ്ഭാവ് ബനാ രഹ്താ ഹെ, സമാധാനവും ഐക്യവും ഉണ്ടാകുന്നത്. ദയ കൊണ്ട് തന്നെയാണ് സമൂഹത്തിലെ സമാധാനവും ഐക്യവും ഉണ്ടാകുന്നത്. ദയാ ചോടിനെ സെ മനുഷ്യ കഠോർ ഔർ സ്വാർത്ഥി ബൻ ജാത്താ ഹെ, ദയ ഉപേക്ഷിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ക്രൂരനും, കഠോർ ക്രൂരനും, ഔർ സ്വാർത്ഥി സ്വാർത്ഥനും, ബൻ ജാത്താ ഹെ ആകുന്നു. ദയ ഉപേക്ഷിച്ചാൽ മനുഷ്യൻ ക്രൂരനും സ്വാർത്ഥനും ആകുന്നു. ദയ കൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ സമാധാനവും ഐക്യവും ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും ദയ ഉപേക്ഷിക്കരുത് എന്ന് കവി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ 3, രാജ് ധർമ്മ തൻ തീനി കർ ഹോയി ബേഗഹീം നാസ്, ഇസ്സേ ക്യാ താത്പര്യ ഹെ. രാജ്യം, മതം, ശരീരം മൂന്നും പെട്ടെന്ന് നശിച്ചു പോകും. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചത്. ആൻസർ നോക്കാം. യദി മന്ത്രി വൈദ്യ ഔർ ഗുരു ലോभ में पड़कर सत्यमार्ग छोड़ दे तो देश धर्म और शरीर तीनों का नाश जल्दी हो जाएगा. ഒരു പക്ഷേ മന്ത്രിയും വൈദ്യനും ഗുരുവും ലോഭമേ പടുക്കർ അത്യാഗ്രഹത്തിൽപ്പെട്ട് സത്യമാർഗത്തെ ചോടുദേന്തോ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ദേശ് ധർമ്മ ഔർ ശരീർ രാജ്യവും മതവും ശരീരവും തീനോം കാ നാസ് ജൽദി ഹോ ജായെങ്കെ മൂന്നും പെട്ടെന്ന് നശിക്കും. ജൽദി വേഗത്തിൽ, നാസ് ഹോ ജായെങ്ക നശിക്കും. ഹമേം നമ്മൾ, ഹമേഷ എപ്പോഴും, സച്ചായിക്കോ അപനാന ചാഹിയെ സത്യം സ്വീകരിക്കണം, സത്യത്തിൽ മുറുകെ പിടിക്കണം. എപ്പോഴും സത്യമാർഗം ഉപേക്ഷിച്ചാല്, മന്ത്രിയും വൈദ്യനും ഗുരുവും സത്യമാർഗം ഉപേക്ഷിച്ചാല് രാജ്യവും മതവും ശരീരവും മൂന്നും പെട്ടെന്ന് നശിച്ചു പോകുമെന്നാണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് റഹീമിന്റെ ദോഹയാണ്. റഹീമിന്റെ ദോഹയിലെ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫട്ട് ജായൻ തോ ന മിലെ, പൊട്ടിപ്പോയാൽ പിന്നീട് അതുപോലെ ആവില്ല, വെട്ടിപ്പോയാൽ ലഭിക്കില്ല. ഇസ്സെ ആപ് ക്യാ സമജ്താ ഹെ, ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്?
ആൻസർ നോക്കാം. ഇസ്സേ യഹ് സമജ്ത്തെ ഹെ, ഇതിൽ നിന്ന് ഇതാണ് മനസ്സിലാക്കുന്നത്. എന്തെന്നാൽ യദി ആപസി ഏകത ഔർ വിശ്വാസ് ഡോണ്ട് ജായേ തോ വഹ് ദോ ബാര ആസാനി സെ നഹി ജുഡ്ത. ഒരു പക്ഷേ പരസ്പര വിശ്വാസം, ആപസി ഏകത, പരസ്പര വിശ്വാസം, പരസ്പര ഐക്യവും, ഔർ വിശ്വാസവും, ഡൂണ്ട് ചായത്തോ പൊട്ടിപ്പോയാല്, വഹ് ദോ ബാര അത് വീണ്ടും, ആസാനീസെ നഹി ജുഡ്ത വേഗത്തിൽ യോജിപ്പിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ പരസ്പര ഐക്യവും വിശ്വാസവും നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും ദോപാര രണ്ടാമതും, ആസാനീസെ നഹി ജുഡ്ത വേഗത്തിൽ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പംക്തിയോം സെ കവി ക്യാ കഹ്നാ ചാഹത്തെ ഹെ, ഈ വരികളിൽ നിന്ന്, ഈ ലൈനുകളിൽ നിന്ന് കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നമ്മോട് കവി പറയാൻ ആഗ്രഹിക്കുന്നത്? റഹീം എന്ന കവി അദ്ദേഹത്തിന്റെ ഈ ദോഹയിൽ നിന്ന് എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? കവി കഹ്നാ ചാഹത്തെ ഹെ, കവി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാൻ റിഷ്തോം കോ സംഭാൽ കർ രഖ്നാ ചാഹിയെ, ബന്ധങ്ങളെയൊക്കെ നിലനിർത്തി കൊണ്ടുപോകണം, കൺട്രോളിൽ കൊണ്ടുപോകണം. ക്യോങ്കി ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ, ഡൂണ്ടിനെ കെ ബാദ് പൊട്ടിയതിന് ശേഷം, ഉനേം അതിനെ, ജോഡിന കൂട്ടിയോജിപ്പിക്കാൻ, ബഹുത്ത് കഠിൻ ഹോത്താ ഹെ വളരെ ബുദ്ധിമുട്ടാണ്. ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് പൊട്ടിയതിന് ശേഷം അതിനെ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് കവി നമ്മോട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെടുക്കെ സെ മത് തോടിന, പെട്ടെന്ന് പൊട്ടിക്കരുത്. ഇസ്കെ സമാൻ ആശയ വാലി പംക്തി ചുനേം, ഈ ആശയം വരുന്ന വരി ഏതാണെന്ന് ദോഹയിൽ നിന്ന് എടുത്തെഴുതാന്. ആൻസർ മത് തോരോ ചടുക്കായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡൂണ്ടേ പൈ ഫിർ ന ചുരേ, നിങ്ങൾ പെട്ടെന്ന് പൊട്ടിച്ചാൽ, ഡൂണ്ടേ പൈ ഫിർ ന ചുരേ, പൊട്ടിച്ചാൽ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. ഐസ ക്യോം കഹാ ഹോഗ, അങ്ങനെ എന്തുകൊണ്ടാവും പറയുന്നുണ്ടാവുക? ക്യോങ്കി കാരണം, ജബ് സംബന്ധിയാ വിശ്വാസ്, ബന്ധങ്ങളും വിശ്വാസങ്ങളും, ഏക് ബാർ ഒരു തവണ, ഡൂണ്ട് ചാത്താ ഹെ തോ പൊട്ടിച്ച പോയാൽ, വഹ് പഹലേ ജൈസാ നഹി ബൻ പാത്ത, അത് ആദ്യത്തെ പോലെ ആക്കാൻ സാധിക്കില്ല. ബന്ധങ്ങളും വിശ്വാസങ്ങളും ഒരു തവണ പൊട്ടിച്ചു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ, അത് ആദ്യത്തെ പോലെ, പഹലാ ജൈസാ നഹി ബൻ പാത്ത, ആദ്യത്തെ പോലെ ആക്കാന് നമുക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബന്ധങ്ങളെയും വിശ്വാസങ്ങളെയും നഷ്ടപ്പെടുത്താതെ നോക്കണം. ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതർ ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സഹി മിലാൻ കരെ, മാച്ച് ദ ഫോളോവിങ് ആണ്, ചേരുംപടി ചേർക്കാനാണ്. ഈ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഒരു 8 വേർഡ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മീനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ദോഹയിൽ വന്ന വേർഡ്സുകളാണ്, അതിന് എന്താണ് മീനിങ് എന്നാണ് ഈ സൈഡ് കൊടുത്തിട്ടുള്ളത്. മാച്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കാം. വാണി, വാണി, വാണിയാണ് വാക്ക്. ആപ്പ, അഹംഭാവം, അഹങ്കാരം. ശീതൾ, ശീതൾ, തണുപ്പ്, സമാധാനം. ടീനി, ടീനോ, മൂന്നും. നാസ്, നാശ്, നാശം. തോരോ, തോടോ, പൊട്ടിക്കരുത്. ജുരേ, ജുഡേ, യോജിപ്പിക്കുക. ആസ്, ആശ. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇസ് ഇൻ ആശി വാലി പങ്ക്തിയോ കോ ദോഹെ സെ ചാണ്ട് കർ ലിഖേ. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ആശയം വരുന്ന വരികൾ ദോഹയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഹമേം അപ്നെ ശരീർ മേ പ്രാൺ രഹത്തെ തക് ദയാഭാവ് കോ ത്യാഗന നഹീം ചാഹിയേ. നമ്മൾ നമ്മുടെ ശരീരത്തിൽ പ്രാൺ രഹത്തെ തക്, ജീവനുള്ളിടത്തോളം കാലം, ദയാഭാവുക്കോ, ദയാഭാവത്തെ, ദയ എന്ന ഭാവത്തെ, ത്യാഗന നഹീം ചാഹിയെ, നമ്മൾ ഉപേക്ഷിക്കരുത് എന്നർത്ഥം വരുന്ന വരി ഏതാണെന്നാ ചോദിച്ചത്. തുളസി ദയാൻ ചോടിയെ ജബ് തക് ഗഡ് മേ പ്രാൺ. सार्थक बातों को अपनाना चाहिए और बेकार की बातों को छोड़ देना चाहिए. സാർത്ഥക് ബാത്തോ എന്ന് പറഞ്ഞാൽ അർത്ഥവത്തായ കാര്യങ്ങൾ, അർത്ഥവത്തായ വാക്കുകളുടെ നല്ല വാക്കുകൾ നമ്മൾ
ബനാന ചാഹിയെ നമ്മൾ സംസാരിക്കുക, നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. ബേക്കാർ കി ബാത്തോം കോ, അനാവശ്യമായ കാര്യങ്ങളെ ചോട് ദേന ചാഹിയെ, അവോയ്ഡ് ചെയ്യുക എന്നർത്ഥം വരുന്നത്. സാർ സാർ കോ ഗഹി രഹേ धोता दे उड़ाई। अगर प्रेम का धागा एक बार ढूंढ जाए तो फिर इसे जोड़ना मुश्किल होता है। अगर जुड़ भी जाए तो उसमें गांठ पड़ जाती है। പ്രേം കാ ധാഗ, സ്നേഹത്തിന്റെ ചരട്, ഏക് ബാർ ഡൂണ്ട് ജായേത്തോ, ഒരു തവണ പൊട്ടിപ്പോയാൽ, ഫിർ വീണ്ടും, ഇസെ ജോഡിന, ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നത്, മുഷ്കിൽ ഹോത്താഹെ, ബുദ്ധിമുട്ടാണ്. അഗർ, ഒരു പക്ഷേ, ജുഡ് ബി ജായേത്തോ, കൂട്ടി യോജിപ്പിക്കാൻ പറ്റിയാൽ, ഉന്മിം ഗാണ്ട് പട് ജാത്തി, അതിലൊരു കെട്ട് വരുന്നു എന്നർത്ഥം വരുന്ന വരി. ഡൂണ്ടേ പേ ഫിർ ന ജുരെ, ജുരെ ഗാണ്ട് പരിചായ്. പഠിത ദോഹയ്ക്ക് ആശയിലിಗೆ, എല്ലാ ദോഹയുടെയും ആശയം ഏതാണ്, അത് നമ്മൾ. താങ്ക് യു. ഇനി പാഠത്തിന്റെ മീനിങ് കൊടുത്ത ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് മധുർ വചൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും വരുന്നത്. മധുർ വചൻ എന്ന ചാപ്റ്ററിന്റെ ചാപ്റ്റർ എക്സ്പ്ലനേഷനും ഓരോ ദോഹയുടെയും ആശയവും വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കൂട്ടുകാർ കാണാൻ മറക്കരുത്.